വലിയ വലിയ വീടുകളിൽ ക്ഷേത്രത്തിന്റെ മാതൃകയിൽ പൂജാമുറി പണിയാറുണ്ട്. എന്നാൽ വീടിനുള്ളിൽ അമ്പലത്തെ അനുകരിച്ച് ഒരു പൂജാമുറിയുടെ ആവശ്യമില്ലെന്നാണ് ശാസ്ത്രം പറയുന്നത്. പ്രാർത്ഥിക്കാനും ദൈവത്തിനായി ഒരു തിരി കത്തിക്കാനും ശുദ്ധവും വൃദ്ധിയുമുള്ള ഒരു പ്രത്യേക സ്ഥാനം ഒരുക്കിയെടുക്കാം. അതാണ് പൂജാമുറി എന്ന സങ്കല്പം. എന്നാൽ അമ്പലം പോലെ വേണ്ട. അത്തരത്തിൽ പൂജാമുറി ഒരുക്കുന്നത് ഗുണം ചെയ്യില്ലെന്ന് മാത്രമല്ല, ദോഷം വരുത്താനും സാധ്യതയുണ്ട്. പൂജാമുറി എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. രാവിലെയും സന്ധ്യയ്ക്കും നിലവിളക്ക് തെളിയിക്കുന്നത് ഉത്തമമാണ്. ഭഗവത് ചിത്രങ്ങളും വിഗ്രഹങ്ങളും പൂജാ സാമഗ്രികളും അല്ലാതെ മറ്റൊന്നും പൂജാമുറിയിൽ സൂക്ഷിക്കാനും പാടില്ല. നമ്മൾ വിളക്ക് വെച്ച് നിത്യേന പ്രാർത്ഥിച്ചാൽ പൂജാമുറിയിൽ ഈശ്വര ചൈതന്യം കൈവരും എന്ന കാര്യത്തിൽ സംശയവും വേണ്ട. വീട് പണിയുടെ തിരക്കിൽ പൂജാമുറിയുടെ നിർമ്മാണം വിട്ടുപോകാറാണ് പതിവ്. അവസാന ഘട്ടമാവുമ്പോഴേക്കും പടിക്കെട്ടിന് താഴെ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമുള്ള സ്ഥലത്ത് പൂജാമുറി നിർമ്മിച്ചു കളയാം എന്ന് കരുതുന്നവരുമുണ്ട്. വീട്ടിലെ ഏറ്റവും പവിത്രമായ ഇടമാണ് പൂജാമുറി. അതുകൊണ്ട് തന്നെ പൂജാമുറി ഒരുക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. ചിട്ടവട്ടങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരപരവും വാസ്തുശാസ്ത്രപരവുമായ കാര്യങ്ങൾ പ്രാധാന്യത്തോടെ പരിഗണിച്ചു തന്നെയാകണം പൂജാമുറിയുടെ നിർമ്മാണം. ഗുണത്തിനെന്ന് കരുതി നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും അതിൻ്റെതായ രീതിയിൽ ചെയ്തില്ല എങ്കിൽ അത് ദോഷത്തിലേക്കാണ് കൊണ്ടെത്തിക്കുക. വീടുകളിൽ പൂജാമുറികൾ എവിടെയെങ്കിലും നിർമ്മിക്കുന്നത് വാസ്തുശാസ്ത്രപരമായി നന്നല്ല എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. വീടുകളിൽ പൂജാമുറി നിർമ്മിക്കേണ്ടത് ഈശാന്യ കോണിൽ തന്നെ വേണമെന്നാണ് വാസ്തുശാസ്ത്രം അനുശാസിക്കുന്നത്. വടക്ക് കിഴക്ക് മൂലയാണ് ഈശാന്യ കോണെന്ന് പറയുന്നത്. വടക്ക് കിഴക്ക് ദിക്കിനെ പ്രതിനിധാനം ചെയ്യുന്നത് പരമേശ്വരനാണെന്ന പ്രത്യേകത കൂടിയുണ്ട്. ഹൗസിംഗ് കോളനികളിലെയും മറ്റും ആരാധനാ സ്ഥലം മധ്യത്തിലാവുന്നതാണ് നല്ലത്. ഈ ഭാഗത്തെ ബ്രഹ്മസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്നിരിക്കലും വീടുകളിൽ വടക്ക് കിഴക്ക് മൂല തന്നെയാണ് പൂജകൾക്ക് അത്യുത്തമം. വിഗ്രഹങ്ങളും ചിത്രങ്ങളും പൂജാമുറിയിൽ വടക്കല്ലെങ്കിൽ കിഴക്ക് ഭാഗത്ത് ഉയർന്ന തിട്ടയിൽ വയ്ക്കാം. പ്രാർത്ഥനാ സമയത്ത് വടക്കല്ലെങ്കിൽ കിഴക്ക് ദിക്കിന് അഭിമുഖമായി തന്നെ വേണം ഇരിക്കേണ്ടത്. കർപ്പൂരം കത്തിക്കുന്നതും ഹോമകുണ്ടവും തെക്ക് കിഴക്ക് മൂലയിലാവാം. വീട്ടിലെ പൂജാമുറിയെ വാസ്തുശാസ്ത്രത്തിലെ രാജാവായിട്ടാണ് കണക്കാക്കുന്നത്. വടക്ക് കിഴക്കിന് അഭിമുഖമായി പൂജാമുറി നിർമ്മിക്കുകയും കിഴക്കിന് അഭിമുഖമായി നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക. വീട്ടിലെ ഐശ്വര്യത്തിന്റെ പ്രതീകമാണ് അവിടുത്തെ അടുക്കള. ഇത് തെക്ക് കിഴക്ക് ഭാഗത്ത് പണിയണം. വടക്ക് കിഴക്ക് ഭാഗത്തായി അടുക്കളയുണ്ടാക്കിയാൽ അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഈ രീതിയിലാണ് അടുക്കള പണിതിരിക്കുന്നതെങ്കിൽ മുന്നേ വെങ്കല പാത്രങ്ങൾ തലകീഴായി സീലിംഗിൽ നിന്ന് താഴേക്ക് തൂക്കിയിട്ടാൽ മതി. പക്ഷേ ഇവ സ്റ്റൗവിന് മുകളിൽ തൂക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. വീട്ടിൽ മാസ്റ്റർ ബെഡ്റൂം എപ്പോഴും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിരിക്കാൻ ശ്രദ്ധിക്കുക. തെക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തല വെച്ച് വേണം ഉറങ്ങാൻ. ഗ്രഹനാഥൻ ഒരിക്കലും വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് തല വെച്ച് ഉറങ്ങരുത്. നെഗറ്റീവ് എനർജി പ്രസരിക്കുന്ന കുളിമുറികളും കക്കൂസുകളും പടിഞ്ഞാറ് ഭാഗത്തോ കിഴക്ക് ഭാഗത്തോ ആകുന്നതാണ് നല്ലത്. വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ ഇവ പണിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ വന്നാൽ അവ ധനം, വിദ്യാഭ്യാസം എന്നിവയ്ക്കെല്ലാം പ്രശ്നമുണ്ടാക്കും. മാത്രമല്ല, പൂജാമുറി എപ്പോഴും കിഴക്കോട്ട് അഭിമുഖമായിരിക്കണം. തെക്കോട്ട് അഭിമുഖമായി ഒരിക്കലും നമസ്കരിക്കരുത്. ഒരിക്കലും കിടപ്പുമുറിയോട് ചേർന്ന് പൂജാറൂം ഒരുക്കുന്നത് നല്ലതല്ല. മാത്രമല്ല, ചെരുപ്പ് സൂക്ഷിക്കുന്ന ഇടങ്ങളിൽ നിന്നും മാറ്റി പൂജാമുറി നിർമ്മിക്കുന്നതാണ് നല്ലത്. പൂജാമുറിയിൽ താന്ത്രിക വിധിപ്രകാരമുള്ള വിഗ്രഹങ്ങൾ വെച്ച് ആരാധിക്കുന്നത് ദോഷമാണ്. ഇത് പലപ്പോഴും ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാക്കുക. പൂജാമുറിയിൽ എപ്പോഴും വിളക്ക് കത്തിച്ചു വയ്ക്കുന്നതും നല്ലതാണ്. എന്നാൽ തൂക്ക് വിളക്കുകൾ ഒരിക്കലും കത്തിക്കുവാൻ പാടില്ല. നിലവിളക്ക് തെളിയിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. വീട് പണിത് ബാക്കി വരുന്ന സ്ഥലത്ത് പൂജാറൂം ചെയ്യാം എന്ന് വിചാരിക്കുന്നവരാണ് നമ്മളിൽ പലരും. മറ്റൊന്ന്, സ്റ്റെയർ കേസിന് താഴെ പൂജാറൂം പണിയുന്നതാണ്. ഇതൊരിക്കലും നല്ലതല്ല. എപ്പോഴും പൂജാമുറി പണിയുമ്പോൾ പിരമിഡ് ഷേപ്പാണ് ഏറ്റവും ഉത്തമം. ഇത് പോസിറ്റീവ് എനർജി കൂടുതൽ പ്രവഹിക്കാൻ കാരണമാകും. നിത്യബ്രഹ്മചാരിയായ അയ്യപ്പസ്വാമിയുടെയും ഹനുമാൻ സ്വാമിയുടെയും ചിത്രങ്ങൾ പൂജാമുറിയിലല്ലാതെ വീടിന് മറ്റു സ്ഥലങ്ങളിൽ സ്ഥാപിക്കാൻ പാടുള്ളതല്ല. പലപ്പോഴും ശ്രീചക്രം പൂജാമുറിയിൽ സൂക്ഷിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ ഇത്തരത്തിലുള്ളതൊന്നും പൂജാമുറിയിൽ വേണ്ട എന്നതാണ് സത്യം. പലരുടെ വീട്ടിലും കാണപ്പെടുന്ന ഒരു പ്രവണതയാണിത്. മരിച്ച കാരണവന്മാരുടെ ചിത്രങ്ങളും പലരും പൂജാമുറിയിൽ വെക്കാറുണ്ട്. എന്നാൽ ഇതും ദോഷമുണ്ടാക്കുന്നതാണ്. പൂജാമുറിയിൽ വിഗ്രഹങ്ങളും ചിത്രങ്ങളും വടക്ക് കിഴക്ക് ഭാഗത്താണ് വെക്കേണ്ടത്. മാത്രമല്ല, കർപ്പൂരം കത്തിക്കുന്നതും ഹോമകുണ്ടവും തെക്ക് കിഴക്ക് മൂലയിലുമാകണം. പൂജാമുറിയുടെ വാതിൽ 2 പാളികളായിരിക്കുന്നതാണ് നല്ലത്. വാതിൽപ്പടിയും പൂജാമുറിയെ കൂടുതൽ പോസിറ്റീവ് എനർജിയുള്ളതാക്കി മാറ്റും.